രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് നീതി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലടി ശൃംഗേരി മഠം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നിതിൻ നബീൻ. ശങ്കരാചാര്യരുടെ ജന്മഗൃഹം ഉൾപ്പെടുന്ന ശൃംഗേരി മഠത്തിലും ക്ഷേത്രത്തിലും ദർശനം നടത്തിയ നിതിൻ നബീൻ ജഗദ്ഗുരുവിന് പാദപൂജയും ചെയ്തു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആദിശങ്കരന്റെ ജന്മഭൂമിയായ കാലടി ശൃംഗേരി മഠത്തിൽ അരമണിക്കൂറോളം സമയം ചെലവഴിച്ചു. മഠത്തിലേക്കെത്തിയ നിതിൻ നബീനെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ച ശേഷം സന്യാസി വര്യന്മാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശാരദാംബ ക്ഷേത്രത്തിലും ആദിശങ്കറിന് മുന്നിലും തൊഴുത ശേഷം നിതിൻ നബീൻ ജഗദ്ഗുരുവിന്റെ പാദങ്ങളിൽ പൂജയും നടത്തി. ശേഷം മാധ്യമങ്ങളെ കണ്ട നിതിൻ നബീൻ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഭരണപ്രതിപക്ഷ മുന്നണികളോടേത് രാഷ്ട്രീയ കളിയാണെന്ന് കുറ്റപ്പെടുത്തി. ശബരിമല വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് നീതിക്കായി പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരക്ഷിതവും വികസിതവുമായി കേരളത്തെ മാറ്റുകയെന്ന ലക്ഷ്യവുമായി BJP മുന്നോട്ടു പോകും. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും നിതിൻ നബീൻ ഉറപ്പു നൽകി. समस्त केरल की जनता सुरक्षित होते हुए विकसित केरल की ओर कैसे बढ़े, इसके लिए यहाँ पूजा अर्चना भी हुई और शंकराचार्य जी का मठ का दर्शन भी हुआ और हम पूरी तरह से केरल की जनता के साथ हैं और केरल की जनता जिस प्रकार से इस राज्य के विकास के लिए चिंतित है, हम भी उनके साथ हैं और केरल को सुरक्षित प्रदेश, विकसित प्रदेश बनाने में हम आगे बढ़ेंगे। और सबरीमाला पर जिस प्रकार से यहाँ के सत्ता और विपक्ष खेल खेल रहा है, हम पूरी तरह से उसके लिए लड़ाई लड़ेंगे और जस्टिस लेकर रहेंगे. കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പൂജകളും അർച്ചനയും നടത്തിയാണ് നിതിൻ നബീൻ കാലടി ശൃംഗേരി മഠത്തിൽ നിന്നും മടങ്ങിയത്. ജനം, കൊച്ചി. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂർ കാളത്തോട് 164 നമ്പർ ബൂത്തിൽ ചുവരെഴുതിയാണ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. തുടർന്ന് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും ദേശീയ അധ്യക്ഷൻ പങ്കെടുത്തു. ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ നിതിൻ നബീന് ആവേശോജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. തുടർന്ന് തൃശൂർ കാളത്തോട് 164 നമ്പർ ബൂത്തിൽ ചുവരെഴുതി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് ദേശീയ അധ്യക്ഷൻ തുടക്കം കുറിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിപ്ലവകരമായിട്ടുള്ള വിജയം നേടിയ തൃശൂർ ജില്ലയിൽ നിന്നാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. തൃശൂരിൽ തുടങ്ങിയ രാഷ്ട്രീയ മാറ്റം സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്നത് എന്നാണ് BJP വ്യക്തമാക്കിയത്. തൃശൂരിൽ തുടങ്ങിയ രാഷ്ട്രീയ മാറ്റം സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്നത് എന്നാണ് BJP വ്യക്തമാക്കിയത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S സുരേഷ്, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നിരവധി നേതാക്കൾ ദേശീയ അധ്യക്ഷനൊപ്പം ഉണ്ടായിരുന്നു. ജനം, തൃശൂർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ഇടത് വലത് മുന്നണികൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് ആത്മാർത്ഥമായ സമീപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത്. കേരളത്തിന് നിർണായക പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. കൃഷി, സുഗന്ധവ്യഞ്ജന കയറ്റുമതി, ബാങ്കിംഗ്, റെയിൽവേ മേഖലകളിലെ പ്രഖ്യാപനങ്ങൾ കേരളത്തെ മുന്നോട്ട് നയിക്കുമെന്നും നിതിൻ നബീൻ തൃശൂരിൽ വ്യവസായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. इसलिए मैं आप सबसे आज ये आग्रह करने आया हूं कि भारतीय जनता पार्टी के संकल्प के साथ, एक नए जोश, नए नेतृत्व के साथ एक राजनीतिक संस्कृति को परिवर्तित करते हुए हम नए भारत के निर्माण में नया केरल बनाने का, विकसित केरल बनाने के संकल्प के साथ आगे बढ़ने वाले हैं. इसलिए आइए हम सब आपसे यहाँ पर हमारे पूरी भारतीय जनता पार्टी की टीम बैठी,
हम आपको विश्वास दिलाते हैं कि नरेंद्र मोदी के नेतृत्व में 2026 में केरल में हम अपनी सरकार बनाने जा रहे हैं। आपका विश्वास हमको मिलना चाहिए। हम उस स्ट्रक्चरल चेंज के साथ आएंगे जिसमें अंतिम पायदान पर बैठा हुआ व्यक्ति को विकास की योजनाओं से जोड़ेंगे। हम केरल के टूरिज्म को बढ़ाएंगे, हम केरल के कल्चर को सिक्योर करेंगे और साथ ही साथ अपने जो सबसे बड़ा संसाधन है हमारा युवा, हमारी महिलाएं, उनको स्ट्रेंथन करते हुए, हमारे किसान, हम उन सबको मजबूत करते हुए आगे बढ़ेंगे और माननीय प्रधानमंत्री जी का जो सपना है 2047 के विकसित भारत बनाने का, उसमें विकसित केरलम बनाने के भी सपने को हम साकार करेंगे। मैं आप सबको आज के इस अवसर पर उपस्थित होकर ഭാരതം US ഇടക്കാല വാണിജ്യ കരാർ ധാരണാ മാനദണ്ഡങ്ങൾ അംഗീകരിച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% അധിക താരിഫ് 18% അമേരിക്ക കുറച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% പിഴ താരിഫ് ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവും ട്രംപ് ഒപ്പുവച്ചു. വ്യാപാര ധാരണ നടപ്പാക്കിയതിൽ ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് ഫെബ്രുവരി 2 ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. സംഭാഷണത്തിൽ തന്നെ 25% അധിക താരിഫ് 18 ചുരുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ ധാരണയാണ് ഇപ്പോൾ നടപ്പിലാക്കിയതായി സംയുക്ത പ്രസ്താവനയിലൂടെ ഭാരതവും അമേരിക്കയും അറിയിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഭാരതത്തിന് ചുമത്തിയ പിഴ താരിഫ് ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവും ട്രംപ് ഒപ്പുവച്ചു. വ്യാപാര ധാരണ യാഥാർത്ഥ്യമാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നന്ദി അറിയിച്ചു. ഇടക്കാല വ്യാപാര കരാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കർഷകർ, സംരംഭകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർക്കായി പുതിയ അവസരങ്ങളും കരാർ വഴി തുറക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകൾക്കും യുവാക്കൾക്കും പുതിയ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചോളം, ഗോതമ്പ്, അരി, സോയ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ തീരുവ ഭാരതം കുറയ്ക്കുകയില്ല. പാൽ, ചീസ്, മാംസം, എഥനോൾ, പുകയില എന്നിവയ്ക്കും സംരക്ഷണം ലഭിക്കും. വികസിത ഭാരതത്തിനുള്ള രാജ്യത്തിന്റെ മുന്നേറ്റമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന വിമാന ഘടകങ്ങൾക്ക് ചുമത്തിയ താരിഫും അമേരിക്ക ഒഴിവാക്കും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഓട്ടോമൊബൈൽ ഘടകങ്ങൾക്കും കുറഞ്ഞ താരിഫായിരിക്കും ധാരണ പ്രകാരം അമേരിക്ക നിശ്ചയിക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്നും $500 ബില്യൺ ചരക്കുകൾ ഭാരതം ഇറക്കുമതി ചെയ്യും. ഡിജിറ്റൽ ട്രേഡുമായി ബന്ധപ്പെട്ട് ഭാരതത്തിനും അമേരിക്കയ്ക്കുമിടയിൽ നിലനിൽക്കുന്ന നിയമപരവും സാങ്കേതികവുമായ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്ക ഭാരത വാണിജ്യ ധാരണ മറ്റ് രാഷ്ട്രങ്ങളുമായി US തയ്യാറാക്കിയ കരാറുകളേക്കാൾ മികച്ചതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. വീണ്ടും താരിഫ് കുറയ്ക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. രത്നങ്ങൾക്കും വജ്രത്തിനും താരിഫ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഭാരതത്തിലെ കർഷകർക്ക് വലിയ വിപണി തുറന്നു കിട്ടുകയാണെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. प्रोडक्ट्स और हमने देखा कि इन प्रोडक्ट्स में आज भी भारत $26 बिलियन का इंपोर्ट करती है, जिनको खोला गया है. कुछ प्रोडक्ट्स को कुछ समय सीमा में खोला गया है जिसमें ट्रांजिशन पीरियड मिले और भारत के मैन्युफैक्चरर्स को पर्याप्त समय मिले एस्टैब्लिश होने का. इसमें भी कुछ मेडिकल डिवाइसेस हैं जैसे पेसमेकर्स, कुछ पेट्रोलियम और गैस की मशीनरीज हैं, कुछ डायग्नोस्टिक इंस्ट्रूमेंट्स हैं, इमेजिंग एपैरेटस है, हार्ट लंग मशीन्स हैं, हियरिंग एड सिस्टम्स हैं, आर्टिफिशियल जॉइंट्स हैं. जो जो चीजें भारत में हम डेवलप भी कर रहे हैं, पर साथ साथ में विदेश से आएगा, स्पर्धा होगी तो हमारे उपभोक्ताओं को अच्छी गुणवत्ता का भी माल मिलेगा और सामान भी सस्ता रहेगा, एफिशिएंसी आएगी इंडस्ट्री में. और कुछ थोड़े बहुत प्रोडक्ट्स हैं जहां पे हमने टैरिफ का एक कोटा दिया है जिसमें टैरिफ रिडक्शन की है. तो इस प्रकार से भारत के ऑफर्स हैं. स्वाभाविक है कोई भी द्विपक्षीय जब करार होता है तो दो तरफा होता है और दोनों तरफ को लाभ